കടയ്ക്കാവൂരിൽ ജനമൈത്രി പോലീസും സൈബർ സെല്ലും ചേർന്ന് സൈബർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന സൈബർ കുറ്റകൃത്യങ്ങളുടെയും മൊബൈൽ ഫോൺ ദുരുപയോഗത്തെയും കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. കടയ്ക്കാവൂർ SNVHSSൽ നടന്ന ബോധവൽക്കരണ ക്ലാസ് സൈബർ പോലീസ് ISHO കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. മൊബൈൽ ഒരിക്കലും അഡിക്ഷനായിട്ട് മാറരുത്. ഈ അഡിക്ഷനായിട്ട് പറഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ അതിന്റെ പിന്നാലെ പോയപ്പോൾ പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ല. നമ്മുടെ ജീവിതം നശിക്കുന്നല്ല, പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഇതുകൊണ്ടുണ്ടാവാനില്ല. ഓൺലൈൻ ട്രേഡിംഗ് കൊണ്ട് ഒരുപാട് പേർക്ക് പൈസ നഷ്ടമാകുന്നുണ്ട്. അപ്പം ഇതൊരു ട്രേഡിങ്ങിലൂടെ നഷ്ടമാവുന്നത് ലക്ഷങ്ങളാണെങ്കിൽ നിങ്ങൾ കുട്ടികൾക്ക് നഷ്ടമാകുന്നത് നിങ്ങളുടെ മാനവും അഭിമാനവും ഒക്കെ ആയിരിക്കും. അപ്പം ഈ വളരെ സൂക്ഷിക്കുക. നമ്മളെ കയ്യിലിരിക്കുന്നത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുന്ന സാധനം വളരെ ലാഘവത്തോടുകൂടി ഉപയോഗിക്കരുത്. നമ്മൾ ഓരോന്നും ഓപ്പൺ ചെയ്യുമ്പോഴും നമ്മൾ ഓരോന്നും റെസ്പോണ്ട് ചെയ്യുമ്പോഴും വളരെ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കേണ്ടത്. കാരണം ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ നിന്നുള്ള ക്യാഷ് പോകുന്ന വഴി അറിയില്ല. ഉള്ള ലിങ്കിലൊക്കെ തൊട്ട് ടച്ച് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞ് OTP കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. കടയ്ക്കാവൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ മനു R അധ്യക്ഷത വഹിച്ചു. സൈബർ തട്ടിപ്പിനെ തുടർന്ന് നിരവധി പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് കടയ്ക്കാവൂർ പോലീസ് ജനങ്ങൾക്ക് വേണ്ടി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം സൈബർ സെൽ സബ് ഇൻസ്പെക്ടർ അനിൽകുമാർ, SCPO ഷാജിദാസ് എന്നിവർ സൈബർ ബോധവൽക്കരണ ക്ലാസുകൾ എടുത്തു. സൈബർ ലോകം എന്ന് പറഞ്ഞാൽ നെറികേടിന്റെ, നീതി നിഷേധത്തിന്റെ, വഞ്ചനയുടെ, ഭീഷണിയുടെ ലോകമാണ്. സോഷ്യൽ മീഡിയയുടെ അതിശക്തമായ കടന്നുകയറ്റം, നേരും നെറിയുമില്ലാത്ത കടന്നുകയറ്റം, അതിൽ സമ്പാദിച്ച് അതിൽ സമയം കണ്ടെത്തി കുടുംബം ഛിന്ന ഭിന്നമാകുന്ന കണക്കുകൾ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്നു. നേരിട്ട് കാണാതെ നമ്മൾ അനലൈസ് ചെയ്യാതെ വിശ്വസിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ പെട്ടെന്ന് ചതിക്കുഴിയിൽ വീഴാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു വിഷയമാണ് രണ്ട് വിഷയങ്ങളെ നിങ്ങളുടെ മുന്നിൽ ഞാൻ പറഞ്ഞു വെച്ചത്. നമുക്കറിയാം, ഈ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിലേക്ക് വേണ്ടി സൈബർ നിയമങ്ങൾ നിലവിൽ വന്നു. 2000-ൽ സൈബർ നിയമം IT ആക്ട് നിലവിൽ വന്നു. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് നിലവിൽ വന്നു. ചെയ്യുന്ന ഓരോ കുറ്റങ്ങൾക്കും ഏറ്റവും കുറഞ്ഞ സൈബർ കുറ്റത്തിലെ ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയും 3 വർഷം തടവുമാണ്. ഏറ്റവും കൂടിയ ശിക്ഷ എന്ന് പറയുന്നത് 1 കോടി രൂപയും ജീവപര്യന്തം തടവുമാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന, കാതുകൊണ്ട് കേൾക്കുന്ന, നമ്മൾ തൊട്ടറിയുന്ന മെസ്സേജുകളും മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, പ്രചരിപ്പിക്കാവൂ, നമ്മൾ വിശ്വസിക്കാവൂ. അല്ലാതെ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ഞാൻ ഈ പറയുന്ന സൈബർ കുറ്റകൃത്യങ്ങളുടെ പരിധിയിലേക്ക് വന്നു. ADNO സബ് ഇൻസ്പെക്ടർ ശ്രീകുമാർ, SNVHSS പ്രിൻസിപ്പൽ ശ്രീദേവി അമ്മ, കടയ്ക്കാവൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ജയപ്രസാദ് B, സ്കൂൾ അധ്യാപകർ, വിദ്യാർത്ഥികൾ, നാട്ടുകാർ, സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. തലസ്ഥാന വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അറേബ്യൻ ഫാഷൻ ജ്വല്ലറി, ആലങ്ങോട്, പോത്തൻകോട്, ആറ്റിങ്ങൽ. അതിരുകളില്ലാത്ത ആത്മബന്ധം.